കോവിഡ് ആരോഗ്യ പ്രതിസന്ധി മാത്രമല്ല, അത് സാമ്പത്തിക പ്രതിസന്ധി കൂടിയാണ്. കാരണം ഇന്നത്തെ സാമ്പത്തിക ലോകം എന്ന് പറയുന്നത് വളരെയേറെ ഇൻ്റഗ്രേറ്റഡ് ആയ ഉദ്ഗ്രതമായിട്ടുള്ളൊരു ലോകമാണ്. പക്ഷേ കോവിഡ് ഒരു രോഗത്തിൻ്റെ സവിശേഷത, അത് മരുന്നില്ല. പ്രതിരോധം എന്ന് പറയുന്നത് അകലം പാലിക്കലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഇൻ്റഗ്രേറ്റഡ് സമ്പദ്ഘടനയെ അത് ഓട്ടോമാറ്റിക്കായിട്ട് തളർന്നു. അതിൻ്റെ എക്സ്ട്രീം ഫോമാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ലോക്ക്ഡൗണുകൾ. ലോക്ക്ഡൗൺ കഴിഞ്ഞാലും സാധാരണഗതിയിലേക്ക് സാമ്പത്തിക പ്രവർത്തനങ്ങൾ വരത്തില്ല. ഇപ്പോൾ ഗ്ലോബലായിട്ടുള്ള കയറ്റുമതി ഇറക്കുമതി ഇടിഞ്ഞു, പല അസംസ്കൃത വസ്തുക്കളും കിട്ടുന്നില്ല. ഗ്ലോബൽ പ്രൊഡക്ഷൻ ലൈൻ എന്ന് പറയുന്നത് ഒരു തകർച്ചയിലേക്ക് നീങ്ങി. രാജ്യത്തിനകത്തും സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഇടപാടുകൾ കുറഞ്ഞു, കൂടുതൽ പ്രാദേശികമായി തീർന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ അസുഖത്തിൻ്റെ സ്വഭാവം കൊണ്ട് തന്നെ സമ്പദ്ഘടനയെ ഡിസ്റപ്റ്റ് ചെയ്യും. ഇതിൻ്റെ ഫലമായിട്ട് രൂക്ഷമായ തൊഴിലില്ലായ്മ വരുന്നു, ജനങ്ങളുടെ വരുമാനം കുറയുന്നു. അതിൻ്റെ ഫലമായി കൺസംഷൻ ഡിമാൻഡ് ഭയങ്കരമായിട്ട് കുറയും. റെക്കോർഡ് തകർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ആളുടെ വാങ്ങാൻ പണമില്ല. അപ്പോൾ അങ്ങനെ വാങ്ങാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇടിയും. സപ്ലൈ തകരുന്നതുകൊണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് തകരും, ഡിമാൻഡ് ഇല്ലാത്തതുകൊണ്ട് ഡിമാൻഡും കുറയും. ബാങ്കിലൊക്കെ പണം ഉണ്ടാവും, പക്ഷെ വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. എക്സ്പോർട്ട് നേരത്തെ പറഞ്ഞ പോലെ കുറഞ്ഞു. അപ്പോൾ കൺസംഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ്, എക്സ്പോർട്ട്, ഇതാണ് ഡിമാൻഡിൻ്റെ ചേരുവകൾ. അപ്പോൾ മൊത്തം അഗ്രഗേറ്റ് ഡിമാൻഡ് സമ്പദ്ഘടനയിൽ കുത്തിനെ താഴുമ്പോൾ സ്വാഭാവികമായിട്ട് ഉൽപ്പാദനം ഇടിയും. അങ്ങനെ ആഗോളമായിട്ട് ഈ വർഷം ഉൽപ്പാദനം ഏതാണ്ട് 5-10 ഇടയ്ക്ക് ശതമാനത്തിൻ്റെ ഇടിയും കുറയും എന്നാണ്. ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. ആദ്യ പാദത്തിൽ 24% കുറഞ്ഞു. ഇപ്പോൾ രണ്ടാം പാദത്തിലും ഏതാണ്ട് 10% കുറഞ്ഞിട്ടുണ്ട്. ഈ വർഷം അവസാനിക്കുമ്പോൾ പോലും പോസിറ്റീവ് ആകുമോ എന്ന് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്തരത്തിൽ സമ്പദ്ഘടന തകരുമ്പോൾ സ്വാഭാവികമായിട്ട് വരുമാനവും സർക്കാരിൻ്റെ ഇല്ലാതാവും. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ടത് GST വരുമാനമാണ്. ആ വരുമാനം ഇല്ലാതാവുന്നു. കേന്ദ്രത്തിന് വരുമാനം ഇല്ലാതാവുമ്പോൾ അവിടെ നിന്ന് തരുന്നതും കുറയുന്നു. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവ് ഭയങ്കര ശുഷ്കമായിത്തീരുന്നു. ഒരു 30-35% വരുമാനത്തിൽ ഇടിവ് വരും. അപ്പോൾ ഇതാണവസ്ഥ. പക്ഷെ ചിലവ് കൂടിയേ പറ്റൂ. കാരണം ആരോഗ്യ ചിലവ് വർദ്ധിക്കും. പിന്നെ ജോലിയും ഇങ്ങനെ വരുമാനമൊന്നും ഇല്ലാത്തപ്പോൾ ആളുകൾക്ക് സഹായം, റിലീഫ് എത്തിച്ചേ പറ്റൂ. പിന്നെ സമ്പദ്ഘടന ഒന്ന് വളരാൻ തുടങ്ങുമ്പോൾ അതിന് പ്രത്യേക സഹായം കൊടുത്താലേ വളരത്തുള്ളൂ. അപ്പോൾ ഒരു വശത്ത് ചിലവ് വർദ്ധിക്കും, അതേസമയത്ത് വരുമാനം ചുരുങ്ങും. ഈ ഊരാക്കുടുക്കിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുക എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അതിൽ ഒരു മാർഗം ഉണ്ടായിട്ടുള്ളത്, നമ്മൾ ജനങ്ങൾക്ക് നൽകുന്ന സഹായമൊന്നും കുറച്ചില്ല, ആരോഗ്യ മേഖല ചിലവ് കുറച്ചിട്ടില്ല. പക്ഷെ അതിനുള്ള പണം എങ്ങനെ വന്നു? വേറെ പല മേഖലയിലും നമ്മൾ തൽക്കാലം വേണ്ടെന്ന് വെച്ച് ചിലവുകൾ ചുരുക്കി. അപ്പോൾ ഇവിടെ കൂടിയതിനനുസരിച്ച് മറ്റു മേഖലകളിൽ ക്രമീകരിച്ചു. 2, നമ്മൾ താൽക്കാലികമായിട്ടുള്ള കൈവായ്പകളൊക്കെ ഒത്തിരി എടുത്തിട്ടുണ്ട്. 3, സംസ്ഥാന സർക്കാരിന് നേരിട്ട് സഹായിക്കാൻ പറ്റാത്തിടങ്ങളിൽ നമ്മുടെ സമ്പദ്ഘടനയുടെ കരുത്തെന്ന് പറയുന്നത് വേറെ ഒരുപാട് ഔപചാരിക സാമൂഹ്യ എൻ്റർപ്രൈസസുകളുണ്ട്. സഹകരണ മേഖല, കുടുംബശ്രീ. ഇപ്പോൾ കുടുംബശ്രീ ഉപയോഗിച്ച് ഈ പ്രളയം മുതൽ ഇന്നുവരെ എടുത്തിട്ടുണ്ടെങ്കിൽ
ഏതാണ്ട് 6000 കോടി രൂപ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തു. സർക്കാരാകെ പലിശ മാത്രം അടക്കുന്നത്. 6000 കോടി രൂപ എന്ന് പറഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് അല്ല. കൺസംഷൻ ലോണ് വേണ്ടിയിട്ട് അവസാനത്തെ 2000 കോടി രൂപ ഇപ്പം മേടിക്കാൻ പോണ ലാപ്ടോപ്പും കൂടി ചേർത്തിട്ടാണ് ചെയ്ത്. ഇതുപോലെ സഹകരണ മേഖലയെയും നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സർക്കാർ നേരിട്ട് കൊടുക്കുന്ന സഹായം മാത്രമല്ല, ഇങ്ങനെയുള്ള ഏജൻസികളുടെയും സഹായം ഉൾപ്പെടുത്തി. അപ്പോൾ അതിൽ വളരെ ആസൂത്രിതമായി ഇടപെട്ടത് കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ വലിയൊരു അസംതൃപ്തിയില്ല. ഇവിടെ ഒരാൾ പട്ടിണി കിടക്കത്തില്ല. റേഷനുണ്ട്, അതിനോടൊപ്പം കറിക്കുമൊക്കെ ഉള്ള സംവിധാനം കൂടി കൊടുക്കുന്നുണ്ട് കിറ്റായിട്ട്. അതുകൊണ്ട് കേരളത്തിൽ ആർക്കെങ്കിലും എന്നാലും അഗതി കാണിട്ടുണ്ടെങ്കിൽ ഭക്ഷണം ഫ്രീ കൊടുക്കാൻ ഉള്ള സംവിധാനമുണ്ട്. സോ മിനിമം ഇത് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഇതാണ് കേരളത്തിൽ ചെയ്തത്. തൽക്കാലം ഉർവശി ശാപുപകാരം പോലെ ആയിപ്പോയി GST ഉള്ളത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ GST 14% വെച്ച് വർദ്ധിക്കുന്ന ഗ്യാരണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ ഉണ്ട്. അതുകൊണ്ട് ഈ സർക്കാരിൻ്റെ നികുതി വരുമാനം കിടിഞ്ഞെങ്കിലും ആ കോമ്പൻസേഷൻ കൂടി ചേർക്കുമ്പോൾ ഭയങ്കര ഒരു ഇടിവ് വരത്തില്ല. ആ കോമ്പൻസേഷൻ മുഴുവൻ തരൂലെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അതിനെതിരായിട്ടുള്ള ശക്തമായ നിലപാടൊക്കെ എടുക്കും. 2, ഇങ്ങനെ ഒരു ഘട്ടം മൊത്തത്തിലുള്ള അഗ്രഗേറ്റ് ഡിമാൻഡ്, കൺസംഷനും ഇൻവെസ്റ്റ്മെൻറ്റും എക്സ്പോർട്സും എല്ലാം കുറയുമ്പോൾ ആ കുറവ് നികത്തക്കത്ത രീതിയിൽ സർക്കാർ ചിലവ് വർദ്ധിപ്പിച്ചുകൊണ്ടൊരു കുഴപ്പമില്ല. ഇതാണ് സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കുന്നത്. അപ്പോൾ സർക്കാർ ചിലവ് ഗണ്യമായിട്ട് കൂട്ടാം. അപ്പോൾ സർക്കാരിന് എവിടെ നിന്നാണ് അതിനുള്ള പണം? സർക്കാർ നോട്ടച്ചടിച്ചാൽ മതി. ഞാനത് ആദ്യം പറഞ്ഞപ്പോൾ ആൾക്കാർക്കൊക്കെ എന്തോ അസംബന്ധം പറഞ്ഞു എന്നുള്ളതാണ്. സർക്കാരിനെ നമ്മൾ വ്യക്തികളുടെ സാമ്പത്തികവുമായി താരതമ്യപ്പെടുത്തരുത്. വ്യക്തികൾക്ക് സാമ്പത്തിക ഞെരുക്കം വരുമ്പോൾ ചിലവ് ചുരുക്കണമാണ്, അതാണ് ആദർശം. എന്നാൽ സർക്കാരും ചിലവ് ചുരുക്കാൻ ഇപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ സമ്പദ്ഘടന തകർന്ന് തരിപ്പണമായി വരും. അപ്പോൾ വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സർക്കാരിന് എവിടെ നിന്ന് വേണമെങ്കിലും വായ്പ എടുക്കാം. വായ്പ എടുക്കത്തില്ലെങ്കിൽ പറ്റൂല്ലെങ്കിൽ വേണ്ട, സർക്കാരിന് പണം പുതുതായിട്ട് സമ്പദ്ഘടനയിൽ ഇറക്കാം, റിസർവ് ബാങ്കിൽ നിന്ന് എടുക്കാം. ലോകരാജ്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ അവർക്ക് ഭയങ്കര കരുത്തുള്ളത് കൊണ്ട് അവർ ഇഷ്ടം പോലെ ഹെലികോപ്റ്റർ പണി എന്നാണ് പറയണത്. ജോലി പോയാൽ പ്രശ്നമില്ല, നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ജോലിയുടെ ശമ്പളത്തിൻ്റെ 80% ഈ ലോക്ക്ഡൗണിൽ വന്നിരിക്കുന്ന ജോലിക്കാർക്ക് അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെ സർക്കാർ കൊടുക്കും. പിന്നെ തൊഴിലില്ലായ്മ വേതനമൊക്കെ വളരെ വലുതാണ്. അപ്പോൾ അതുവഴി അവർക്ക് നേരിട്ട് സഹായം നൽകുന്നുണ്ട്. ഇന്ത്യയിൽ അങ്ങനെയുള്ള ഇൻകം ട്രാൻസ്ഫർ ഒക്കെ വളരെ പരിമിതമാണ്. എങ്കിലും വായ്പ എടുക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ വായ്പ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നമ്മൾ തൽക്കാലം ഈ നമ്മുടെ ഒരു തകർച്ചയില്ലാതെ, ഈ വർഷം തകർച്ച സാമ്പത്തികത്തെ ആദ്യം തുടങ്ങുമ്പോൾ അങ്ങനെ ഒരു പേടിയൊക്കെ ഉണ്ടായി. കാരണം ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ കേരളം 20,000 കോടി രൂപയുടെ പാക്കേജ് അങ്ങ് പ്രഖ്യാപിച്ചത് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി. അതുകൊണ്ട് പരിഭ്രാന്തിയൊന്നും കേരളത്തിലില്ല, എല്ലാവർക്കും സഹായം കൊടുക്കും. എനിക്ക് പരിഭ്രാന്തിയുണ്ട്, ഇതെങ്ങനെ എവിടെ ചെല്ലുക? ഈ വർഷം മുഴുവൻ എടുക്കാനുള്ള വായ്പ മുഴുവൻ അഡ്വാൻസായിട്ട് ആദ്യത്തെ 3 മാസം കൊണ്ട് എടുത്ത് തീർത്തിട്ടാണ് ഇത് കൊടുക്കുന്നത്. പക്ഷെ അത് പ്രശ്നമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ വായ്പ അനുവദിച്ച് കിട്ടി, കോമ്പൻസേഷൻ കിട്ടി, തട്ടിമുട്ടി നമ്മൾ ഈ വർഷം കടന്നു പോകും. പക്ഷേ ഇങ്ങനെ എല്ലാ വർഷവും പറ്റൂ, അത് സാധ്യമല്ല. അപ്പോൾ ഞാനിപ്പോഴും വളരെ ശുഭാപ്തി വിശ്വാസിയാണ്. ഇത് ഡെസ്റ്റിനേഷൻ ടാക്സാണ് GST എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ വരുമാനം ഗണ്യമായിട്ട് കൂടും. നമ്മുടെ വാറ്റിൻ്റെ നല്ല ഘട്ടത്തിൽ നമുക്ക് 20% വെച്ച് നികുതി കൂടി, ഏതാണ്ട് ആ തോതിൽ കൂടും. കേരളത്തിലെ ഉൽപ്പന്നങ്ങളുടെ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ 60-70% മറ്റ് സംസ്ഥാനത്ത് നിന്ന് വരുന്നതാണ്. അപ്പോൾ അതിവിടെ സാധാരണഗതി വാറ്റിൽ അതിന് കൊടുക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടെ നികുതി നമുക്ക് പോയി, ഇവിടെ വരുമ്പോൾ വിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് നികുതി കിട്ടത്തുള്ളൂ. പക്ഷേ ഇത് ഡെസ്റ്റിനേഷൻ ടാക്സ് എന്നുള്ള രീതിയിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന എല്ലാ ചരക്കുകൾക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ കൊടുത്ത നികുതിയും നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടും. പക്ഷെ അതിൽ ലീക്കേജ് ഒത്തിരിയുണ്ട്. അതുകൊണ്ട് നോക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് വിൽക്കുമ്പോൾ കിട്ടുന്ന നികുതിയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുമ്പോൾ കിട്ടുന്ന സ്റ്റേറ്റ് നികുതിയും
SGST നമ്മുടെ സംസ്ഥാനത്ത് വിൽക്കുമ്പോൾ കിട്ടുന്ന നികുതി, IGST അന്തർ സംസ്ഥാന വ്യാപാരത്തിനുള്ള നികുതി, രണ്ടും ഏതാണ്ട് തുല്യമാണ്. അതുപോരാ, നമ്മുടെ ആഭ്യന്തരമായിട്ടുള്ള വിൽപ്പനയിൽ കിട്ടുന്ന SGSTയുടെ ഇരട്ടിയെങ്കിലും വരണം IGST. അപ്പോൾ ഇത് അഡ്മിനിസ്ട്രേഷൻ നന്നാവുമ്പോൾ എൻ്റെ വിശ്വാസത GST നന്നായിട്ട് കൂടും. 2 വായ്പ എടുക്കേണ്ടി വരും. പക്ഷെ വായ്പ എടുക്കാനായിട്ട് കേന്ദ്രം അനുവദിക്കുന്നിടത്തോളം നമ്മൾ വായ്പ എടുക്കാൻ പറ്റും. അതുകൊണ്ട് വായ്പ എടുത്ത് നമ്മൾ മുടിഞ്ഞു പോകുന്ന ആരും ആദ്യം പിടിക്കണ്ട. പറ്റൂലെന്ന് നിങ്ങൾ വിചാരിച്ചാലും പറ്റൂല. കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നേ വായ്പ എടുക്കാൻ പറ്റൂ. കാരണം നമ്മുടെ വരുമാനം നമുക്ക് സ്ഥായിയായി വർദ്ധിപ്പിക്കാൻ കഴിയും. ആ വരുമാനമാവട്ടെ നമ്മുടെ സാമ്പത്തിക വളർച്ച എത്ര വേഗതയിലുണ്ടോ അത്രയും സർക്കാരിൻ്റെ വരുമാനം കൂടും. അപ്പോൾ സാമ്പത്തിക വളർച്ച വേഗത കൂട്ടാൻ പറ്റുന്ന നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനം. നികുതിയേതര വരുമാനച്ചെറിയ മറ്റു പല സംസ്ഥാനങ്ങളിലും കൽക്കരി ഉള്ള ഖനിജങ്ങളിൽ നിന്ന് കിട്ടുന്നതാണ്. ആ സംസ്ഥാനങ്ങൾക്കാണ് വളരെ കൂടുതൽ നികുതിയേതരമുള്ളത്. അപ്പോൾ കേരളത്തിന് അങ്ങനെയുള്ളതൊന്നുമില്ല. അപ്പോൾ കേരളത്തിന് വല്ല പാറമടയൊക്കെ ഉള്ളൂ, അതിലൊന്നും നികുതിയൊന്നും കിട്ടുന്നതല്ല. അങ്ങനെ നികുതി ഉണ്ടാക്കാൻ വേണ്ടി പാറ പൊട്ടിക്കാൻ കൊടുക്കാനും പറ്റത്തില്ല. അപ്പോൾ കേരളത്തിൻ്റെ നികുതിയേതര വരുമാനം എന്ന് പറഞ്ഞാൽ അത് കൂടുതലും യൂസർ ഫീകളായിരിക്കും. അപ്പോൾ അത് സംബന്ധിച്ചൊരു അഭിപ്രായ സമന്വയം ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പോൾ നോക്കൂ, കേരളത്തിലെ ആരോഗ്യ മേഖല ഈ സോഷ്യലിസം വന്ന് വിപ്ലവം കഴിഞ്ഞ് വന്നാൽ പോലും ഏതെങ്കിലും രാജ്യത്ത് എല്ലാവരുടെയും എല്ലാ ആരോഗ്യ ചെലവും സർക്കാർ തന്നെ വഹിക്കുന്ന അവസ്ഥയുണ്ടെന്ന് എന്ത് അസംബന്ധം ഈ പറയുന്നത്. അത് ചെറിയൊരു വിഭാഗത്തിനകതികൾക്ക് എല്ലാം സർക്കാർ വഹിക്കാം, ബാക്കിയുള്ളവർക്ക് അവർ തരണം ഒരു അടിസ്ഥാന ആവശ്യം കഴിഞ്ഞാൽ. പക്ഷേ കേരളത്തിൽ അത് സംബന്ധിച്ച് അഭിപ്രായ സമന്വയം ഉണ്ടാക്കേണ്ടതുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം സാർവത്രികവും സൗജന്യമായിട്ട് നിൽക്കട്ടെ. ഉന്നത വിദ്യാഭ്യാസത്തിൽ ഈ അതിൻ്റെ റിട്ടേണിൻ്റെ ഒരു 5% മാത്രം കളക്ട് ചെയ്യുന്നത് സസ്റ്റൈനബിൾ ആണോ? നിങ്ങൾക്ക് പണമില്ലാത്തതുകൊണ്ട് വിദ്യാഭ്യാസം അപ്പോൾ ഇത് നമ്മുടെ പോപ്പുലിസ്റ്റ് നിലപാടുകളാണ്. ആരോഗ്യം അല്ലെങ്കിൽ വിദ്യാഭ്യാസം, ഇതിൻ്റെ ചിലവുകൾ എങ്ങനെ മീറ്റ് ചെയ്യും എന്നുള്ളത്. ഞാൻ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഇൻറ്റൻസീവ് കെയറിൽ 2 ആഴ്ച ഒരാഴ്ചയിലേറെ അവിടെ കിടന്നു. അപ്പോൾ എല്ലാ ദിവസവും അവിടെ 10-20 പേര് കിടക്കുന്ന മോഡേൺ സ്ഥലമാണ്. അപ്പോൾ വരുമ്പോൾ ഞാനിത് ഇവർക്കൊക്കെ ഓപ്പറേഷൻ ചെയ്തു. ശരാശരി 1.5-2 ലക്ഷം രൂപയുടെ ചിലവ് വരുന്ന ഓപ്പറേഷൻ നടന്നിപ്പോൾ. ആർക്കും ഇതൊരു ഇങ്ങനെ 2 ലക്ഷത്തിൻ്റെ ചികിത്സ കിട്ടിയ ചിന്ത പോലും ഇല്ല. ഞാൻ പറയാം മിനിമം ഒരു ബില്ലെങ്കിലും കൊടുക്കുക, എന്നിട്ട് ഫ്രീ കൊടുത്തു. അറിയണ്ടേന്ന് ഇങ്ങനൊരു സേവനം നൽകിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ യൂസർ ഫീ സംബന്ധിച്ച് അഭിപ്രായ സമന്വയം ഉണ്ടാക്കേണ്ടത്. ഇത് കേരളം വളരെ പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള സമീപനമാണ്. എല്ലാം ഫ്രീ കിട്ടുക, ഈവൻ സോഷ്യലിസത്തിൽ പോലും നടക്കാത്ത കാര്യങ്ങളാണ്. അപ്പോൾ നികുതിയേതര വരുമാനമൊക്കെ കുത്തനെ ഒന്നും കൂട്ടാനൊന്നും കഴിയത്തില്ല. നമ്മൾ പല വിഭാഗങ്ങളായി തൊഴിൽ സാധ്യതകളെ ഒന്ന് അതിഥിത്തൊഴിലാളികൾക്ക് ജോലി ചെയ്യുന്ന അതികഠിനമായിട്ടുള്ള മാനുവൽ ലേബർ. അത് നമ്മുടെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകൾ ആ തൊഴിൽ പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. അവരെ കുറ്റപ്പെടുത്തൊന്നും വേണ്ട. അവിടെ എല്ലാ രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. വിദ്യാഭ്യാസം കൂടുമ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള തൊഴിൽ കിട്ടണമെന്നുള്ള ചിന്തിക്കുക. അപ്പോൾ അവിടെയൊക്കെ തൊഴിലുകളെ നവീകരിക്കും യന്ത്രമൊക്കെ വെച്ച്. അതുകൊണ്ട് അഭ്യസ്തവിദ്യർ അവിടെ ജോലി ചെയ്യും. ഇവിടെ അങ്ങനെ നവീകരണം നടന്നിട്ടില്ല. കൺസ്ട്രക്ഷൻ മേഖലയിൽ പോലും തലച്ചോറായിട്ടുള്ള സാധനങ്ങൾ മുഴുവൻ കയറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അഭ്യസ്തവിദ്യർ അങ്ങോട്ട് പോകാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് എന്ന് മാത്രമേ പോകുകയാണെങ്കിൽ ഈ കൂലിയൊന്നും പോരാ. വലിയ കൂലി കിട്ടിയാൽ മാത്രമേ ആരാ പണി ചെയ്യാൻ തയ്യാറാണ്. ഇപ്പോൾ ഗൾഫിലെ കൂലി കിട്ടുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ഇവിടെയും പണിയെടുക്കും. അപ്പോൾ അത് നമുക്ക് കോമ്പറ്റിറ്റീവ് ആവില്ല. അതുകൊണ്ട് ഒരു വേറെ തെറ്റിദ്ധാരണയൊന്നും വേണ്ട. അതിഥി തൊഴിലാളികളുടെ എണ്ണം കേരളത്തിൽ പണ്ടത്തെ പോലെ തന്നെ തിരിച്ചു വരും. അവർ ആവശ്യമുണ്ട് സമ്പദ്ഘടനയിൽ പോകാനായിട്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരുപാട് സെമി സ്കിൽഡ് സേവനങ്ങളും ഉൽപ്പാദന തൊഴിലുകളും നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. അതിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ തൊഴിൽ പങ്കാളിത്തം കേരളത്തിൽ താരതമ്യേന കുറവായിരുന്നു, ഇപ്പോൾ കൂടി വരുന്നുണ്ട്.
അത് വളരെ സമീപകാലത്തായിട്ട് സ്ത്രീകളെ തൊഴിൽ പങ്കാളിത്തം കൂടുന്നതിലൊരു പങ്ക് എവിടെ നിന്നാണെന്നറിയാം, ഈ കുടുംബശ്രീ എല്ലാം വരുത്തിയിട്ടുള്ള മാറ്റമാണ്. അവർ ചെയ്തിരിക്കുന്നത് തൊഴിലില്ലാതിരുന്ന ആളുകൾക്ക് തൊഴിൽ കൊടുക്കലല്ല, അവിടെ തൊഴിലുകളെ വിസിബിളാക്കി. ഇപ്പം 40,000 സ്ത്രീകൾ സംഘകൃഷിക്ക് പോകുന്നുണ്ട് എന്ന് വെക്ക്. നേരത്തെ സംഘകൃഷി ഇല്ലെങ്കിലും വീട്ടിലുള്ള കിച്ചൺ കൃഷി ചെയ്യുന്നുണ്ടാവും, കിച്ചൺ അടുക്കളയ്ക്ക് തോട്ടമുണ്ട്. പക്ഷേ ഇപ്പോൾ അവരത് വിസിബിളായി തീർന്നു. സോ അങ്ങനെ നമുക്ക് ഒത്തിരി തൊഴിലുകൾ സൃഷ്ടിക്കാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസം നൽകുന്നതാണ് നമ്മൾ ഈ ലോക്ക്ഡൗൺ കാലത്ത്, ഇപ്പോൾ കോവിഡ് കാലത്ത് 100 ദിവസം കൊണ്ട് 50,000 തൊഴിലെന്ന് പറഞ്ഞപ്പോൾ ആരും അത് വിശ്വസിച്ചില്ല. ഇപ്പോൾ നമ്മൾ കൃത്യമായ കണക്ക് വെച്ച് പറയാൻ പറ്റും, 100 ദിവസം കൊണ്ട് 1,00,000 പേർക്ക് തൊഴിൽ സൃഷ്ടിക്കാൻ പറ്റും. അതിൽ കൃഷിപ്പണിയില്ല, കാർഷികേതര മേഖലയിലെയും സേവന മേഖലയിലെയും ഒക്കെ തൊഴിലുകളാണ്. എന്ന് വെച്ചാൽ സാമാന്യം 500 രൂപയൊക്കെ ഒരു വരുമാനം കിട്ടുന്ന രീതിയിലുള്ള തൊഴിലുകൾ വളരെ കൃത്യമായിട്ട്. അപ്പോൾ കേരളത്തിൽ ഒരുപാട് സേവനങ്ങൾ ആളുകൾക്ക് വേണം. അത് നൽകാനുള്ള സർവീസ് ഗ്രൂപ്പ്സ്, കാർഷിക സംസ്കരണ വ്യവസായങ്ങൾ, അത്തരത്തിലുള്ള ഒരുപാട് തൊഴിലവസരങ്ങൾ, ചെറുകിട സംരംഭങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയൊരു പാഠമാണ്. അപ്പോൾ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് കാർഷിക മേഖലയിൽ തൊഴിലവസരങ്ങൾ ഗണ്യമായിട്ട് നമുക്ക് ഉയർത്താൻ ഉണ്ട്. പക്ഷേ ഈ അഭ്യസ്തവിദ്യരായിട്ടുള്ളവർ അങ്ങനെ ഒരു പണിക്ക് സ്ഥിരമായിട്ട് നിൽക്കത്തില്ല. അപ്പോൾ ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ സംസ്കരിച്ച് കൊടുക്കാനുള്ളൊരു ഏർപ്പാടിലേക്ക് പോയ മത്സ്യം അത് നമുക്ക് റെഡി ടു കുക്കോ കുക്ക്ഡോ ആയിട്ട് കൊടുക്കാൻ പറ്റണം. പച്ചക്കറികൾ തുടങ്ങിയവ അത് കൊണ്ടാട്ടങ്ങളും വറ്റലും പിക്കളും അല്ലെങ്കിൽ റെഡി ടു കുക്ക് പോലെ പ്രിസർവ് ചെയ്തൊക്കെ കൊടുക്കുന്ന രീതികളിലേക്ക് പോകേണ്ടി വരും. നാളികേരം മുഴുവൻ നമ്മളിവിടെ സംസ്കരിക്കണം. MP ഞാനും കൂടി എഴുതിയ ഒരു പുസ്തകമുണ്ട്, കരിയുന്ന കൽപ്പവൃക്ഷം എന്ന് പറഞ്ഞ്. അപ്പോൾ MPക്ക് ഇങ്ങനെ ഒരു കുസൃതി കണക്കുകളാണുള്ളത്, ഔട്ട് ഓഫ് ദ ഹാറ്റ്. MP തെങ്ങിൽ നിന്ന് എത്ര വരുമാനം ഉണ്ടാവുമോ എന്ന് ചോദിച്ച് ഓലയുടെ, കോഞ്ഞാട്ടയുടെ, കൊതുമ്പിൻ്റെ, നാളികേരത്തിൻ്റെ, ഇങ്ങനെ എല്ലാ വരുമാനവും എല്ലാം കയറിൻ്റെ, വെളിച്ചെണ്ണയുടെ കൂട്ടിയപ്പെടുത്തലും മൊത്തം ഉണ്ടാകുന്ന വരുമാനത്തിൻ്റെ ഏതാണ്ട് 50% വരൂ ഈ നാളികേരത്തിൽ നിന്നുള്ള വരുമാനം. ഇന്നിപ്പോൾ നിങ്ങളൊരു കണക്കെടുക്കും, ഞാനെടുത്ത് നാളികേരത്തിൽ നിന്നുള്ള വരുമാനമാണ് തെങ്ങിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ ഏതാണ്ട് 85%. ഇവിടെ തൊണ്ട് പോലും സംസ്കരിക്കുന്നില്ല, വെളിച്ചെണ്ണ ഉണ്ടാക്കണം, എല്ലാം മടുപ്പ്. അപ്പോൾ ഇതൊരു ആഗ്രോ ബേസാണ്. നമുക്ക് നാളികേരം മുഴുവൻ ഇവിടെ ഉൽപ്പന്നങ്ങളാക്കി. എന്തൊക്കെ ഉൽപ്പന്നം? നാളികേരത്തിൻ്റെ തടി സംസ്കരിച്ച് ഫിലിപ്പൈൻസിനെ പോലെ നമുക്ക് ആക്കാം. 2, ഈ തൊണ്ടില്ലേ, 500 കോടി തേങ്ങയുണ്ടെങ്കിൽ ഈ കയറിനെല്ലാം കൂടി ഇന്നുള്ളവർക്കൊക്കെ സുഭിക്ഷമായിട്ട് പണി മുടക്കാൻ ഒരു 50 കോടി പച്ചത്തൊണ്ടിൻ്റെ മതി. ബാക്കിയുള്ളത് എന്ത് ചെയ്യും? ആദ്യത്തെ പൈലറ്റ് പ്ലാന്റ് വരുന്നുണ്ട്. ഈ ഉണക്കത്തൊണ്ട് അങ്ങ് പൊടിച്ചു കഴിഞ്ഞിട്ട് അത് നമ്മൾ വളരെ ഉയർന്ന ഊഷ്മാവിൽ മർദ്ദം ശക്തമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിലെ ലിഗ്നിൻ അങ്ങ് ഉരുകി അത് ബൈൻഡറാവും. റെസിൻ വേണ്ട, റെസിൻ വെച്ചിട്ടാണ് സാധാരണ പാർട്ടിക്കിൾ ബോർഡൊക്കെ ഉണ്ടാക്കുന്നത്. ഇത് സ്വയമായിട്ട് യാതൊരു കൃത്രിമ കെമിക്കൽസും ചേർക്കാതെ ബോർഡാവും, വിച്ച് ഈസ് ആ സ്ട്രോങ്ങസ്റ്റ് ടീക്ക്. ഞങ്ങൾ അതിൻ്റെ ലാബ് കണ്ടീഷനിലുള്ള പ്രൊഡക്ഷൻ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു. അത് വളരെ ബെറ്റർ ദാൻ വുഡ്, സംശയം. നൗ ദാറ്റ് ടെക്നോളജി പൈലറ്റ് പ്ലാന്റ് നമ്മൾ ജനുവരി വരെയാണ്. ഇഫ് ഇറ്റ് ഈസ് സക്സസ്ഫുൾ, ഈ നാട്ടിൽ കിടക്കണ ഉണക്കത്തൊണ്ട് മുഴുവൻ കൊണ്ട് ഈ ക്രഷറിലിട്ടങ്ങ് പൊടിയായി പലകയാക്കി മാറ്റാമെന്ന്. വി ഹാവ് ഗോട്ട് എൻ്റർപ്രൈസസ് ഇൻ പെരുമ്പാവൂർ, അവരൊക്കെ ഇതിലേക്ക് നീങ്ങട്ടെ. ഇതൊക്കെ വലിയ സാധ്യതകളാണ് നമുക്ക് ചെയ്യാനായിട്ട്. സോ ഇങ്ങനെയുള്ളതുണ്ട്. പുതിയ സ്റ്റാർട്ടപ്പുകളുടെ സാധ്യത. മൂന്നാമത്തെ ഒരു വിഭാഗം ഓർഗനൈസ് സെക്ടറിലേക്ക് വരുന്നതിൻ്റെ
ക്വാളിറ്റി ജോബ്സ് അവിടെ ഉണ്ടാക്കണം. അതിനു വേണ്ടിയുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കണം. സോ പശ്ചാത്തല സൗകര്യം ഒരുക്കിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വരണം. രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ നാച്ചുറൽ റിസോഴ്സ് വെറുതെ കൊടുത്തിട്ട് അവരെ ആകർഷിക്കാം. പല രാജ്യങ്ങളും ഒക്കെ ചെയ്യാൻ ശ്രമിക്കാം. കേരളത്തിൽ അങ്ങനെ റിസോഴ്സും ഇല്ല, വെറുതെ കൊടുക്കാൻ സ്ഥലവും ഇല്ല. അത് നടക്കണ കാര്യമല്ല. രണ്ടാമത്, തൊഴിലാളി പ്രസ്ഥാനമൊന്നും പാടില്ല, ട്രേഡ് യൂണിയൻ റൈറ്റ് ഒന്നും പാടില്ല, എല്ലാം കീഴടങ്ങി അവർ വരട്ടെ. ഗുജറാത്തൊക്കെ ചെയ്യുന്നതാണ്. ഒരു ചെന്ന് കഴിഞ്ഞാൽ ഒരു യൂണിയനും ഇല്ല, യൂണിയൻ നിയമവിരുദ്ധമാക്കി മാറ്റിയിരിക്കുക. ഒരു ഫാക്ടറി തുടങ്ങിയാൽ 3 വർഷത്തേക്കോ 5 വർഷത്തേക്കോ അതിനുള്ള ഒരു സംഘടനയും പറ്റത്തില്ലെന്നാണ് നിയമം. അപ്പോൾ കേരളത്തിൽ അതും സാധ്യമല്ല. ദെൻ വാട്ട് ക്യാൻ യു ഡു? വി ക്യാൻ പ്രൊവൈഡ് ഇൻഫ്രാസ്ട്രക്ചർ, വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചർ. ചൈനയിൽ ഇത്ര കോമ്പറ്റീറ്റീവ് ആവുന്നത് എന്തുകൊണ്ടാണ്? പല ഘടകങ്ങളുണ്ട്. ഉൽപ്പാദനം നടത്തുന്നത് ഹൈലി പ്രൊഡക്ടിവിറ്റി ഹൈ ആണ്. പക്ഷേ അതുമാത്രമല്ല, സാമൂഹ്യമായ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഈസ് സോ വാസ്റ്റ് ആൻഡ് ബിഗ്. ഭയങ്കര കോമ്പറ്റീവ്. ഫാക്ടറിയിൽ നിന്ന് കപ്പലിലെത്തുന്നതിന് ചിലവൊന്നുമില്ല. ഒന്നാന്തരം റോഡ് കാര്യം, ട്രെയിന്, ആധുനികമായ സങ്കേതങ്ങൾ ഇതൊക്കെ ഉണ്ട്. സോ ദറ്റ് ഇൻഫ്രാസ്ട്രക്ചർ വാസ് മെയ്ഡ്, ട്രാൻസ്പോർട്ടേഷൻ എവറിത്തിങ് സോ ചീപ്പ്. അതൊരു വലിയ കോമ്പറ്റീറ്റീവ് സ്ട്രെങ്താണ്. കേരളത്തിന് അങ്ങനെയുള്ള ഒന്ന് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരും, തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടും. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളത് അത് സ്വല്പം സമയം പിടിക്കുന്ന കാര്യമാണ്. ബട്ട് ഈസ് ഓൾറെഡി ഓൺ ദ ഹൊറൈസൺ. ഇങ്ങനെയുള്ള പുതിയ ഒരുപാട് സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഈ ചെറുകിട സ്ഥാപനങ്ങളും മൈക്രോ എൻ്റർപ്രൈസിനെ കൂട്ടിച്ചേർത്ത് മാക്രോ വിപണന കേന്ദ്രങ്ങളും ഒക്കെ ഉണ്ടാക്കൽ പ്രായോഗികമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികളൊക്കെ ഇത്തരത്തിലുള്ള പ്രൊഡക്ഷൻ യൂണിറ്റുകളുടെ ഹബ്ബായിട്ട് മാറണം. അതാണ് ചൈനയുടെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ മുനിസിപ്പൽ എൻ്റർപ്രൈസസ് ആയിരുന്നു പ്രധാനപ്പെട്ട ഘടകം. അതിലേക്ക് നമുക്ക് പോകാൻ കഴിയണം. അവരെ രണ്ടായിട്ട് നമുക്ക് തിരിക്കണം. ഒന്ന്, അവിടെ പോയിട്ട് 2 വർഷം പോലും ജോലി ചെയ്യാൻ പറ്റാതെ തിരിച്ചു പോരുന്നവർ, അവർക്ക് ചില സഹായങ്ങളും ഒക്കെ നൽകേണ്ടത് ആവശ്യമാണ്. കടക്കണിയിലായിരിക്കും തിരിച്ചു വരുന്നത്. അതിപ്പോൾ വലിയ തുകയൊക്കെ കൊടുക്കാൻ പറ്റത്തില്ല. എന്നാലും കോവിഡ് മൂലം മരണപ്പെട്ടവർക്ക് സഹായം, കോവിഡ് മൂലം തിരിച്ചിരുന്നവർക്ക് നമ്മൾ ലംസമായിട്ട് എമൗണ്ട് കൊടുക്കുന്നത്, വലിയ തുകയില്ലെങ്കിലും സഹായമുണ്ട്. രണ്ടാമത്തെ സെറ്റ് എന്ന് വെച്ചാൽ അവർക്ക് കുറച്ച് സമ്പാദ്യമുണ്ട്, സ്കില്ലും ഉണ്ട്. അവരിവിടെ എൻ്റർപ്രൈസുകൾ ആരംഭിക്കാൻ വേണ്ടി സഹായിക്കുക എന്നുള്ളതാണ്. നോർക്കയ്ക്ക് പദ്ധതിയുണ്ട്, KFC പോലുള്ള സ്ഥാപനങ്ങൾ മുൻകൈ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. മൂന്നാമതൊന്നുണ്ട്, ഇവർക്ക് ഇനിയും വിദേശത്ത് ജോലി കിട്ടാൻ സഹായിച്ചു കൊടുക്കുക എന്നുള്ളത്. അത് ബ്രെയിൻ ഡ്രെയിൻ എന്നും പറയുന്നതിൽ അർത്ഥമില്ല. ഇതൊക്കെ മസിൽ ഡ്രെയിനാണ്, സെമി സ്കിൽ ജോബുകളാണ്. അവർ പോട്ടെ, അവർക്ക് സഹായം കൊടുക്കണം. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ബ്രാൻഡ് നെയിം ഇപ്പോൾ വളരെ നല്ലതാണ് ഈ കോവിഡിന് ശേഷം. സോ വി ഷുഡ് യൂസ് ദാറ്റ്. കേരളത്തിലെ നഴ്സുമാർക്കും പാരാമെഡിക്കലിനും വലിയ ഡിമാൻഡ് വിദേശത്തുണ്ടാവും. സർക്കാർ അതിന് വലിയ മുൻകൈ എടുക്കണം. സ്പെഷ്യൽ അംബാസഡേഴ്സ് ഫ്രം കേരള ഷുഡ് ഗോ. നമ്മുടെ ലോ കേരള സഭയുടെ അവിടത്തേക്ക് സമിതികളെ ഇതിനു വേണ്ടി പ്രയോജനപ്പെടുത്തണം. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. നമ്മുടെ പല സ്ഥാപനങ്ങളും ആരംഭിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അവയ്ക്ക് വായ്പ എടുക്കാനുള്ള അവകാശമുണ്ട്. അവർ വായ്പ എടുത്ത് സ്ഥാപിച്ച് പോവുകയാണ്. അപ്പോൾ കൊച്ചി മെട്രോ, സിയാൽ എല്ലാം ആ സ്ഥാപനം ഉണ്ടാക്കിയിട്ട് സ്ഥാപനം വായ്പ എടുക്കുകയല്ലേ. എന്നാൽ അതിന് പരിമിതിയുണ്ട്. ഇങ്ങനെ വരുമാനമുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഇങ്ങനെ വായ്പ എടുക്കാൻ പറ്റൂ. കേരളത്തിൽ നമ്മൾ വെക്കേണ്ട പശ്ചാത്തല സൗകര്യങ്ങൾ നല്ലൊരു പങ്കും വരുമാനവും ഇല്ലാത്തതാണ്. റോഡിൽ നമ്മൾ ടോൾ അംഗീകരിച്ചിട്ടില്ല. പിന്നെ റോഡ് എങ്ങനെ വരുമാനം വേണം? 50,000 കൂടി വേണം റോഡ് മുഴുവനും നന്നാക്കണമെന്നുണ്ടെങ്കിൽ. നമ്മുടെ സ്കൂള്, ആശുപത്രി, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ അത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതിനൊക്കെ നമുക്ക് വരുമാനം, അതിനു വേണ്ടി മാത്രം ഒരു കമ്പനി ഉണ്ടാക്കിയാൽ പറ്റത്തില്ല. അങ്ങനെയാണ് നമുക്ക്. എന്നാൽ വലിയ തോതിൽ വായ്പ എടുക്കൽ മാത്രം ഒരു തൊഴിലാക്കിയുള്ളൊരു കമ്പനി വെച്ച് വിഭവസമാഹരണം നടത്തി അതുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ പണിയുക എന്നൊരു ആശയം 2010 ബഡ്ജറ്റിൽ വെച്ചത്. പിന്നെ 5 വർഷത്തേക്കൊന്നും നടന്നില്ല. അവസാനമായപ്പോൾ ഒരു ചുമതല വന്നു.
കിഫ്ബി എന്ന് പറയുന്ന പണ്ട് 99 ഇടതുപക്ഷ സർക്കാർ ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ്. ഇത് തന്നെയാണ് ലക്ഷ്യം. ആ സ്ഥാപനത്തിൽ നിന്ന് പുനരുജ്ജീവിപ്പിച്ചാൽ എന്തെന്നൊക്കെ ചിന്ത വന്നെങ്കിലും നടന്നില്ല. 2016 ആയപ്പോഴേക്കും നമ്മുടെ ആശയങ്ങൾക്ക് വളരെ മൂർത്തത വന്നു. അപ്പോൾ അതുകൊണ്ട് വന്നപ്പോൾ തന്നെ ആദ്യത്തെ ബഡ്ജറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം ഇതായിരുന്നു. ഇപ്പോൾ പഴയ കിഫ്ബിയിൽ നിന്ന് പുതിയ കിഫ്ബിയിലേക്ക് വന്നപ്പോൾ ചില മാറ്റങ്ങൾ വരുത്തി. ഒന്ന്, പഴയ കിഫ്ബിയിൽ വായ്പ എടുക്കുന്നതൊക്കെ ട്രഷറി പോയി കിടക്കും. ട്രഷറിയിലെ ദൈനംദിന ആവശ്യത്തിന് ഉപയോഗിക്കുകയാണ് ചെയ്തത്. പശ്ചാത്തല സൗകര്യം എന്നൊക്കെ പറഞ്ഞാലും സർക്കാരിൻ്റെ ആവശ്യത്തിനാണ് ചെലവഴിക്കുന്നത്. ഇത് നിഷേധിച്ചു. ഈ വായ്പ സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ വരുത്താൻ പറ്റില്ല, പുറത്താണ്. ഇന്ന് സർക്കാർ വായ്പ എടുക്കണമെന്നും പറഞ്ഞാണ് CAG ഇറങ്ങിയിട്ടുള്ളത്. ഇത് അങ്ങനെയല്ല, വരുത്തിയ മാറ്റം സർക്കാരിലേക്ക് ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ വരുത്തിയ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1999 നിയമം ഉണ്ടാക്കിയപ്പോൾ ബോണ്ട് ഇറക്കുക, ഡീബെഞ്ചർ ഇറക്കുക, ഇൻസ്റ്റിറ്റ്യൂഷണൽ വായ്പ എടുക്കുക, ഈ മൂന്നേ ഉള്ളൂ. ഇന്നിപ്പോൾ സെബിയും RBIയും ഒക്കെ ഒരുപാട് ഇന്നൊവേറ്റീവായിട്ടുള്ള കോർപ്പറേറ്റ്സിന് പണം സമാഹരിക്കാൻ വേണ്ടി ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇൻവെറ്റ്, അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി എന്നൊക്കെ പറഞ്ഞ് പല രൂപങ്ങളിലുള്ളതുണ്ട്. ബോണ്ടുകൾ തന്നെ മസാല ബോണ്ട് വെച്ചാൽ ഡോളറിലാണ് തരുന്നത്, പക്ഷേ രൂപയിലാണ് ഇവിടെ കിട്ടത്തുള്ളൂ. രൂപയെ കൊടുത്താൽ മതി, റിസ്ക് ഇല്ലാത്ത വിദേശ വായ്പ, ഡോളർ ബോണ്ടല്ല. ഇങ്ങനെയൊക്കെ പല പോകുന്നു. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കാം എന്ന് തീരുമാനിച്ചു. മൂന്നാമത്തത്, പക്ഷെ ഇത്രയും വലിയ തുകക്ക് സാധനം എടുത്ത് നടപ്പാക്കുമ്പോൾ നിയമസഭയ്ക്ക് തന്നെ മേൽനോട്ടം വേണം. അതുകൊണ്ട് ധനമന്ത്രി എന്തൊക്കെ ചെയ്യാൻ പോകുന്നത് ബഡ്ജറ്റിൽ പറയണം. ബഡ്ജറ്റിൻ്റെ ഭാഗമല്ല, അതിൻ്റെ കണക്കിലൊന്നും വരില്ല. ഇതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളും നിയമസഭ വെക്കണം. ഇതാണ് പ്രധാനപ്പെട്ട മൂന്നും. പിന്നെ നാലാമതൊന്ന്, ഒരുപാട് ചെക്സ് ആൻഡ് ബാലൻസും ട്രാൻസ്പെറൻസി ഡിവൈസും എല്ലാം കൊണ്ടുവന്നു. ഇതിൻ്റെ മോഡൽ വളരെ ലളിതമാണ്. ഇറ്റ്സ് എ ആനുവിറ്റി മോഡൽ. വലിയ പ്രോജക്റ്റ് എടുക്കുമ്പോൾ ഒരു 20 വർഷം കഴിഞ്ഞാൽ പണം തരത്തുള്ളൂ. റോഡ് നിർമ്മാണം ആ 20 വർഷം വരെയുള്ള അതിൻ്റെ മെയിൻ്റനൻസ് നടത്തിക്കോണം. അപ്പോൾ കരാറുകാരൻ മെയിൻ്റനൻസും 20 വർഷത്തെ പലിശയും കൂടി കണക്കിലെടുത്തിട്ടാണ് കരാറെടുക്കുക. ആൻഡ് വി ഗീവ് ആനുവൽ ഈക്വൽ എമൗണ്ട്. ഏറ്റവും കുറഞ്ഞ ആനുവൽ എമൗണ്ട് പറയുന്ന ആൾക്കാണ് കരാറ് കൊടുക്കുക. ദിസ് ആനുവിറ്റി മോഡൽ. ഒരു ആനുവിറ്റി മോഡലിലും ആ സർക്കാരിൻ്റെ വായ്പയായിട്ട് കണക്ക് വെക്കത്തില്ല. സിമിലർ കിഫ്ബി വായ്പ എടുത്ത് ഇത്രയും പ്രൊജക്റ്റുകൾക്ക് അനുവാദം കൊടുക്കുന്നു. സർക്കാർ ഒരു ആനുവിറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒള്ളി വ്യത്യാസം എല്ലാ വർഷവും കൂടും, വർദ്ധിക്കും ആനുവിറ്റി. പക്ഷേ നിയമസഭയിൽ പറഞ്ഞാൽ ഈ ആനുവിറ്റി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. സോ ആനുവിറ്റി കൊടുക്കുമ്പോൾ ഈ ബോർഡ് ഇതിനൊക്കെ താങ്ങാൻ പറ്റാത്ത വിധം പ്രൊജക്റ്റുകളെടുത്ത് അവസാനം ഇതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുമോ? അങ്ങനെ ഒരു അപകടം ഉണ്ടല്ലോ. അതാണ് നമ്മളൊക്കെ പലരും പുരോഗമനവാദികളായിട്ടുള്ളവർ പറയും ഗ്രീക്കുകാരെ മറക്കരുത്, അതുപോലെ നിങ്ങൾ പൊളിയും. യാഥാസ്ഥിതികർ പറയും നിങ്ങൾ സർക്കാർ ഇങ്ങനെ ഒന്നും ചെയ്യേണ്ടെന്നുള്ള അഭിപ്രായമൊക്കെ ഉള്ളത്. അപ്പോൾ അവരും അറ്റാക്ക് ചെയ്യും. അതാണ് ഇപ്പോൾ CND ചെയ്തിരിക്കുന്നത്, ഇത് നിയമവിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞ്. ഇപ്പോൾ രണ്ട് ഭാഗത്തു നിന്നുമുണ്ട്. നമ്മുടെ പരമ്പരാഗത ഇടതുപക്ഷത്തിൽ നിന്നുള്ള വിമർശനമുണ്ട്. അപ്പോൾ അത് വരില്ല. എന്തുകൊണ്ട് വരില്ല? രണ്ടുണ്ട്. ഒന്ന്, ബഡ്ജറ്റിൽ പറഞ്ഞതേ എടുക്കാൻ പറ്റുമോ, ആ ബോർഡിന് ഇഷ്ടം പോലെ എടുക്കാൻ പറ്റില്ല. രണ്ട്, ബോർഡ് എപ്പോഴും ഇതിൻ്റെ ആസ്തികൾ ലയബിലിറ്റിയേക്കാൾ ഉയർന്നു നിൽക്കുന്ന രീതിയിലേ ലയബിലിറ്റി എടുക്കാൻ പറ്റുള്ളൂ. ഒരു സമയം, ഈ സമയത്തല്ല, നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. അടുത്ത ഒരു 20 വർഷം കിഫ്ബിയുടെ ലയബിലിറ്റി ഗ്രാഫ് എങ്ങനെയാണ്, അടുത്ത 20 വർഷക്കാലം കിഫ്ബിയുടെ അസറ്റ് ഗ്രാഫ് എങ്ങനെയാണ്. അസറ്റ് എപ്പോഴും ലയബിലിറ്റിയേക്കാൾ കൂടിയിരിക്കണം, വളരെ കൂടിയിരിക്കണം, കംഫർട്ടബിളായിട്ട്. അതിന് കമ്പ്യൂട്ടർ വിദ്യയുണ്ട്. നിങ്ങളുടെ ഓരോ പ്രൊജക്റ്റ് എടുക്കുമ്പോഴും അതിൻ്റെ റോഡ് മാപ്പ് പ്രകാരം എപ്പോഴൊക്കെ ബില്ല് വരും. ബില്ല് പിന്നെ താമസിക്കുന്നല്ലാതെ നേരത്തെ വരുന്ന പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. ഇതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളതെന്ന്. നമ്മുടെ സർക്കാരിൽ നിന്ന് കിട്ടുന്ന വായ്പയുണ്ട്, വായ്പയല്ല ഗ്രാൻഡ് ഉണ്ട്, നിയമത്തിൽ പറഞ്ഞ ആനുവിറ്റി, പ്ലസ് ഒരു 25-30% പ്രൊജക്റ്റുകൾ തിരിച്ചടവുള്ളതാണ്.
ഇപ്പം കെ ഫോൺ തിരിച്ചടവുണ്ട്, ട്രാൻസ്ക്രിപ്റ്റ് തിരിച്ചടവുണ്ട്, ഭൂമി ഏറ്റെടുക്കാൻ കൊടുക്കുന്ന ദേശീയപാതക്കല്ല പാർക്കിന് കൊടുക്കുന്ന തിരിച്ചടവുണ്ട്. ഈ വരുമാനവും കൂടി നമ്മൾ പ്ലോട്ട് ചെയ്യും. അത് കൃത്യമായിട്ട് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്നുള്ള വരുമാനം എപ്പോഴും മൂളി നിർത്തിക്കൊണ്ടേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് വ്യവസ്ഥ ചെയ്തുകൊണ്ട് നമ്മൾ ആൾക്കാരുടെ പേടിയും 60,000 കോടി എന്നൊക്കെ കേൾക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ആദ്യത്തെ പ്രശ്നം ഈ ഏറ്റെടുത്ത പദ്ധതികളൊക്കെ വേണമെന്ന് കുറിച്ച് ആർക്കും തർക്കമില്ലല്ലോ. ശരി, അപ്പോൾ ഒരു പ്രശ്നം തീർന്നു. രണ്ടാമത്തെ പ്രശ്നം, ഇത് സാധാരണ ഇത് ചെയ്യാൻ പറ്റും, പക്ഷേ 20 വർഷം വേണം. 20 വർഷം ബഡ്ജറ്റിൽ നിന്ന് കുറച്ച കാശ് കൊടുക്കുന്നതെല്ലാം മാറ്റി വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ 20 വർഷം കൊണ്ട് ഇതിൻ്റെ ചിലവ് എത്ര കൂടുമെന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ കൊടുക്കുന്ന പലിശയൊക്കെ വളരെ കൂടുതൽ വരുമെന്ന്. 3 വർഷം 4 വർഷം കൂടുമ്പോൾ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഇരട്ടിയായിട്ട് മാറുകയാണ്. അതേസമയത്ത് പലിശ നമ്മുടെ ഒരു 6, 8, 9% പലിശയാണെങ്കിൽ നിങ്ങൾ 10 വർഷം കൊണ്ട്, അല്ല 7 വർഷം 8 വർഷം കൊണ്ടേ അത് ഇരട്ടിയായിട്ട് മാറുന്നുള്ളൂ. അപ്പോൾ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ അതിനേക്കാൾ വളരെ വേഗതയിലാണ് കൂടാണ്. ഇന്ന് പണിയുന്നതാണ് നല്ലത്. അങ്ങനെ പണിയുന്നതുകൊണ്ട് 20 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഞാനൊന്നും ഈ ലോകത്തുണ്ടാവില്ലെന്ന് ഇന്നത്തെ ജീവിക്കുന്നവർക്ക് ഇതിൻ്റെ ഗുണം കിട്ടും. അങ്ങനെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായതുകൊണ്ട് സമ്പദ്ഘടന വേഗത്തിൽ വളരും, സർക്കാരിൻ്റെ വരുമാനം കൂടും. ഇതാണ് എൻ്റെ ലോജിക്ക് ഇന്ന് എക്കണോമിക്സാണ്. അപ്പോൾ ഇതൊക്കെ ഇന്ന് മനസ്സിലാക്കാതെ ഇതിൻ്റെ വലിപ്പം കണ്ടിട്ട് അയ്യോ കടത്തി മുങ്ങി മരിച്ചു എന്നൊക്കെ പറയുന്നതിലൊന്നും യാതൊരു അർത്ഥമില്ല. ഈ ബോഡി കോർപ്പറേറ്റ് അദാനിയും അംബാനിയും ഒക്കെ ഇങ്ങനെ അവരുടെ പണം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. നാട്ടിലെ ബാങ്കിൽ നിന്നൊക്കെ പണം എടുത്ത് അവരൊക്കെ ചെയ്യുന്നത്. നമ്മൾക്ക് അംബാനിയെ അദാനിയെയൊക്കെ നമ്മുടെ കേരളത്തിൽ കിടന്ന് ഉരുളാനായിട്ട് അങ്ങനെ സ്വാതന്ത്ര്യം കൊടുക്കാൻ നമുക്ക് നമ്മുടെ പൊതുവിദ്യാഭ്യാസവും പൊതു ആരോഗ്യവും നമ്മുടെ ടോളില്ലാത്ത റോഡും ഇതൊക്കെ നിലനിർത്തി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഹൗ ഡു യു മാനേജ് ഇൻവെസ്റ്റ്മെൻറ്റ്? സോ യു ഹാവ് ടു ബി മോഡേൺ. നമ്മൾ മാർക്കറ്റിൽ ഇൻ്റർവ്യൂ ചെയ്യാൻ പഠിക്കണം, പഠിച്ചതെടുക്കണം. അതിനുള്ള ഒരു ഉപകരണമാണ് നമ്മുടെ കിഫ്ബി. കിഫ്ബിയുടെ ബാധ്യത അൺപ്രൊഡക്റ്റീവ് മേഖലയിലേക്ക്, പ്രൊഡക്റ്റീവ് അൺപ്രൊഡക്റ്റീവ് പറയുന്നതിന് അർത്ഥമില്ല. കിഫ്ബിയുടെ റോഡ് പ്രൊഡക്റ്റീവ് അല്ല, പക്ഷേ ആ റോഡ് സുഖം വരുമ്പോൾ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ലൈൻ വരുമ്പോൾ അത് ഇൻവെസ്റ്റ്മെൻറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്റ്റീവ് സെക്ടറിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പശ്ചാത്തലം ഒരുക്കുകയാണ്. പക്ഷേ കിഫ്ബിയുടെ പ്രത്യേകതയിൽ അതിൽ നിർത്തിയിട്ടില്ല. നമ്മുടെ കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇൻഫ്രാസ്ട്രക്ചർ അതിന് പണം മുടക്കുന്നുണ്ട്. കാരണം അതൊരു വിദ്യാഭ്യാസം പോലെ തന്നെ സാംസ്കാരികവും കായികവുമായിട്ടുള്ള വിനോദത്തിനുള്ള അവസരങ്ങൾ, സന്ദർഭങ്ങൾ ആധുനിക കേരളത്തിൽ വേണം. ഇവിടെ നാടകശാലയുണ്ട്, എല്ലാ ജില്ലയിലും വരട്ടെ നല്ല നാടകശാലകളും സംഗീതശാലകളും കലാകാരന്മാർക്ക് താമസിക്കാനും 50-60 കോടി വെച്ച കൊടുക്കുന്ന. എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്ത് പ്രാന്ത കാണിക്കണേ, ഈ കലാകാരന്മാർ ചെണ്ട കൊട്ടാനൊക്കെ പഠിക്കാൻ പോയി അവിടെ സൗകര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് വികസനം വരുന്നത്? കേരളം അതിവേഗത്തിൽ വളരെയാണ്. നമ്മളൊരു കൺസ്യൂമർ സൊസൈറ്റിയാണ്, കൺസംഷനല്ല, കൺസ്യൂമർ സൊസൈറ്റി. ഈ ഉപഭോഗ ഭ്രാന്താണ്. ഉപഭോഗ ഭ്രാന്ത് നമ്മൾ പരിചിതമായിട്ടുള്ള എല്ലാ നീതിയുടെ സങ്കല്പങ്ങൾക്കും എതിരാണ്. ഉപഭോഗം അതിനു വേണ്ടി. ഇതിൻ്റെ കാരണം വരുമാനം വർദ്ധിപ്പിക്കുക. വരുമാനം എന്താ ചെയ്യണേ? വാട്ട് യു ഡു വിത്ത് ദിസ് ഇൻകം കൂടിയുന്നുണ്ട് വലിയ വിഭാഗത്തിന്. അപ്പോഴാണ് 1 കാറ് പോരാ, 2 കാറായിക്കോട്ടെ, 3 കാറായിക്കോട്ടെ, മക്കൾക്ക് ഓരോരുത്തർക്കും കാറായിക്കോട്ടെ, വീട് നമുക്ക് താമസിക്കാനുള്ള സ്ഥലമെല്ലാം വലിയ ആയിക്കോട്ടെ. ദിസ് ഇസ് എ കൺസ്യൂമർ കൾച്ചർ ദാറ്റ് ഇസ് കമ്മിങ്. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം, ഈ പണം ഇങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാനാണ്? ദേ ഷുഡ് ലേൺ ടു എൻജോയ് കൾച്ചർ, ദേ ഷുഡ് എൻജോയ് ടു എൻ്റർടൈൻമെൻറ്റ്. അത് കുറച്ച് ചിലവുള്ള കാര്യമോ കൾച്ചർ, അതിന് പണം മുടക്കാൻ തയ്യാറാവണം. സോ യു ഹാവ് ടു ക്രിയേറ്റ് കൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ. അതില്ലെങ്കിൽ നമ്മുടെ കേരളം സാമ്പത്തികമായി വളരും. അപ്പോൾ ഇത് ബഡ്ജറ്റിൽ നിന്നൊന്നും പറ്റില്ല. ഇറ്റ് ഗോസ് ടു കിഫ്ബി. അപ്പോൾ കിഫ്ബി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ടോട്ടലായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് വിഷൻ കണ്ണിൽ കണ്ടുകൊണ്ടുള്ള ഒന്നാണ്. ചിലവ് ചുരുക്കാൻ വലിയ പ്രയാസം. ഞാൻ വളരെ മാർജിനലായിട്ട് ചിലവ് ചുരുക്കാൻ പറ്റും. പലിശ ചുരുക്കാൻ പറ്റില്ല, പെൻഷൻ ചുരുക്കാൻ പറ്റില്ല, ശമ്പളം ചുരുക്കാൻ പറ്റുമോ? കൂടും. സോ ഈ ചിലവ് ചുരുക്കൽ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദേ ആർ മോർ സിംബോളിക്. ചിലവ് ചുരുക്കൽ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ നോക്കണം.
ചിലവ് കൂടുതൽ പുതിയ ചിലവുകൾ ഉണ്ടാക്കാതെ നോക്കാം, ആവർത്തന ചിലവുകൾ. പക്ഷെ അതൊക്കെ വളരെ വിവാദമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഒക്കെ സമന്വയം ഉണ്ടാക്കണം. എൻ്റെ പെൻഷൻ പ്രായം കൂട്ടണോ, അഭിപ്രായ സമന്വയം വേണം. നമ്മൾ കമ്പ്യൂട്ടറൈസേഷൻ എല്ലായിടത്തും വരുന്നു, പക്ഷേ പണ്ടത്തെ പോലെ പ്യൂണിനെ തന്നെ ആ പോസ്റ്റ് വെക്കണമെന്ന് പറഞ്ഞാലോ. അപ്പോൾ അതൊക്കെ ശരി തെറ്റയ്ക്ക് മുമ്പ് ജനത്തിന് ബോധ്യപ്പെടും. അപ്പോൾ അതിലേക്ക് കേരളത്തെ കൊണ്ടുപോകേണ്ടതുണ്ട്. ചെലവ് ചുരുക്കാന്ന് പറഞ്ഞ യാത്ര. അപ്പോൾ മന്ത്രിമാർ അങ്ങനെ യാത്ര ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇന്നൊരു പത്രം ഇലക്ട്രിസിറ്റി കൺസംഷൻ എത്രയാണ് മന്ത്രി വീട്ടിൽ. ദീസ് ആർ ഓൾ സില്ലി സ്റ്റാഫ് ചെയ്യുക. അതൊന്നുമല്ല ചെലവ് ചുരുക്കൽ. റീഡിപ്ലോയ്മെൻ്റ് ഓഫ് സ്റ്റാഫ് തന്നെ വലിയൊരു പ്രശ്നമാണ്. കാരണം റീഡിപ്ലോയ് ചെയ്താൽ അത്രയും പോസ്റ്റ് പോയിണത് ഉണ്ടാക്കേണ്ടിയിരുന്നു എന്നാണ് പറയണത്. പ്രൊജക്റ്റ് കഴിഞ്ഞിട്ടും എത്ര വർഷമായി, എന്നിട്ടും സ്റ്റാഫ് അവിടെ തന്നെ ഇരിക്കുക. ദേഷ്യം ഒരു പഞ്ചായത്ത്. അപ്പോൾ ചിന്തിക്കുക എന്താ, പഞ്ചായത്തിന് പോസ്റ്റ് ഉണ്ടാക്കിയിരുന്ന വേറെ 4 പേർക്ക് കിട്ടില്ല എന്നുള്ളത്. സോ ഇതൊക്കെ സംബന്ധിച്ച് നമുക്ക് സംസ്ഥാനത്ത് ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാവണം. വിഴിഞ്ഞം പദ്ധതി ഞാനതിൻ്റെ വലിയൊരു വിമർശനമായിരുന്നു തുടക്കത്തിൽ. Now, but a government in Kerala went in for a decision. അത് വേണമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വലിയ എക്സ്പെക്റ്റേഷൻസാണ് തിരുവനന്തപുരം മേഖലയിൽ. എല്ലാ സ്ഥലത്തും അവിടെ പ്രാന്തപ്രദേശങ്ങളിലെല്ലാം ഭൂമിയുടെ വില ഉയർന്നു. ദാറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ. ഒരു വലിയ പ്രൊജക്റ്റ് വരുമ്പോൾ വരുന്നു. സോ അറ്റ് ദിസ് സ്റ്റേജ് വേറെ ഒന്നും ചിന്തിക്കാനൊന്നും പറ്റത്തില്ല. ദാറ്റ് വിൽ ബ്രിങ് ഗവൺമെൻറ് ഡിസ്ക്രെഡിറ്റ്. കേരളത്തിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ നാളെ സർക്കാർ മാറുമ്പോൾ അടുത്ത് മാറ്റും എന്ന് പറഞ്ഞാൽ പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. സോ ഇറ്റ് ഇസ് ടേക്കൻ. ഇറ്റ്സ് നോട്ട് എ നോൺസെൻസ് ഇൻവെസ്റ്റ്മെൻറ്റ്. എന്തുകൊണ്ടാണ് ഇത് നോൺസെൻസ് ആണ്? യു ഡോണ്ട് ഹാവ് എ ഇൻഡസ്ട്രിയൽ ഹിൻഡർലാൻഡ്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഒന്നും കയറ്റിയാൽ ചെയ്യാനൊന്നുമില്ല. ആൻഡ് യു ടു കോമ്പീറ്റ് വിത്ത് തൂത്തുക്കുടി ആൻഡ് സോ. ബട്ട് യു ഹാവ് സർട്ടൻ നാച്ചുറൽ അഡ്വാൻറ്റേജ്. സോ ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ഇൻഡസ്ട്രിയൽ ഹിൻഡർലാൻഡ്, ഒരു വലിയ ഇൻഡസ്ട്രിയൽ കോറിഡോർ, അതിൻ്റെ പേരാണ് ക്യാപിറ്റൽ സിറ്റി റീജിയൻ ഡെവലപ്മെൻറ്റ്. അതിനുള്ളൊരു പരിപാടി ഇട്ടിട്ടുണ്ട്. അങ്ങനൊരു വളർച്ച വന്നു കഴിഞ്ഞാൽ ആൻഡ് ഇഫ് നമുക്ക് കോമ്പറ്റിറ്റീവായിട്ട് കപ്പലുകൾ, ഇപ്പോൾ ക്രൂസ് സർവീസ് ചേഞ്ചിന് വേണ്ടി ഇപ്പോൾ വലിയൊരു ആൾക്കൂട്ടം വരുന്നുണ്ട്. തള്ളിക്കളയേണ്ട, നടക്കില്ല ഒരു കാലത്തും, വെറുതെയാണ്. പക്ഷെ അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് വേണ്ടത്ര പഠനവും കരുതലും നടത്തിയിട്ടില്ല. സോ യു ആർ ഗോയിങ് ടു ഹാവ് സം കോസ്റ്റ് ഓൺ ദിസ്. ആ കോസ്റ്റ് നമ്മൾ മീറ്റ് ചെയ്യണം. ഇന്നിപ്പോൾ അത് വേണ്ടെന്ന് വെക്കാനൊന്നും കഴിയില്ല. അതിൻ്റെ പാരിസ്ഥിതിക പ്രത്യാഘാതം ഇങ്ങനെ ഉണ്ടെന്ന് കണ്ടെത്തിക്കൊണ്ട്, ഫോർ എക്സാമ്പിൾ ഓഫ് ഷോർ ബ്രേക്ക് വാട്ടർ, അത് നല്ലൊരു പ്രതിവിധിയാണ്. ശംഖുമുഖം, കോവളമൊക്കെ ബീച്ച് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ പൂന്തുറയിൽ അത് നടക്കാൻ പോകുന്നു. അതിൻ്റെ അനുഭവം നോക്കിയിട്ട് നമ്മൾ നടപടി സ്വീകരിക്കേണ്ടി വരും. കാർഷിക മേഖലയിലെ വളർച്ചയെന്ന് പറയുന്നത് നമ്മുടെ പാരിസ്ഥിതിക സന്തുലനാവസ്ഥയായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നൊരു കാര്യമാണ്. നൗ ഇറ്റ് വിൽ ഹാവ് ടു ഹാവ് എ ബിഗ് സബ്സിഡി. അതങ്ങ് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് നെൽകൃഷി ഇപ്പം തന്നെ ഭയങ്കരമായ സബ്സിഡിയാണ്. അത് പാരിസ്ഥിതിക ധർമ്മം കൂടി കണക്കിലെടുത്ത് സമൂഹം കൊടുക്കാൻ തയ്യാറാണ്. അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു സെസ്സോ കാര്യമോ ചെയ്ത് അതിന് പണം പിരിച്ച് ഇവർ ഇങ്ങനെ ധർമ്മം നിർവഹിക്കുന്നത് കൊടുക്കാൻ പറ്റണം. ഇതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യേണ്ട കാര്യം. അടിസ്ഥാന പ്രശ്നം എന്താണെന്നറിയാം, നമ്മുടെ ഐഡിയൽ എന്ന് പറയുന്നത് നോർഡിക് രാജ്യങ്ങളാണ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെ പോലെയൊക്കെ മുഴുവൻ ഉണ്ടാക്കണം. പക്ഷേ ആ രാജ്യങ്ങളിൽ അവിടുത്തെ വരുമാനത്തിന് 40% ടാക്സായിട്ട് മേടിക്കുന്നുണ്ട്. എന്നിട്ടാണ് ഈ ക്ഷേമം മുഴുവൻ ചെയ്യണത്. ഇവിടെ 10% അല്ലെങ്കിൽ 12% നികുതി വിരിച്ചിട്ട് നോർഡിക് രാജ്യത്തിലെ സേവനം മുഴുവൻ കൊടുക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രൈസിസ് അല്ല ഇത്. ഇവ ലിവിങ് ബിയോണ്ട് ദ മീൻസ്. പക്ഷേ ജനത്തിന് അതിനുള്ള ഒരു ഉത്തരവാദിത്ത ബോധം വന്നിട്ടില്ല. അങ്ങനെയുള്ള റെസ്പോൺസിബിൾ ചർച്ചകൾ നടക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ പുരയുടെ കൃഷിയെ പുനഃസ്ഥാപിക്കാം. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് കൾച്ചറലി. ഇപ്പം മിയോവാക്കിയൊക്കെ പറയുന്നത് നടക്കുന്നുണ്ടല്ലോ, പച്ചത്തുരുത്തുമൊക്കെ. നമ്മുടെ പുരയുടെ ഓരോന്നും അങ്ങനത്തെ ഒരു പച്ചത്തുരുത്തായിരുന്നു. എത്ര തരം വൃക്ഷങ്ങളും പറപ്പുകളും കൃഷികളും എല്ലാം ഉണ്ടായിരുന്നൊരു സ്ഥാനമാണ്. ഹൗ ടു ബ്രിങ് ഇറ്റ് ബാക്ക്, ഇത് നമ്മുടെ ധർമ്മമാണ്.
ബട്ട് അതൊക്കെ ലാഭകരമാണെങ്കിൽ നിങ്ങൾ കാർഷിക സംസ്കരണം സാർവത്രികമാവണം. നമ്മൾ അതിൽ ഏറ്റവും നാടകീയമായിട്ടുള്ള പ്രൊജക്റ്റായിട്ട് ഞാൻ കാണുന്നത് കാർബൺ ന്യൂട്രൽ വയനാടാണ്. എന്തിനാണ് കാർബൺ ന്യൂട്രൽ ആക്കണം? അവിടെ നിന്നല്ല തുടങ്ങുന്നത്. കാപ്പി കൃഷിക്കാരുടെ കാപ്പിയുടെ വില ഇരട്ടിയാക്കി തരാം. ഹൗ ഡു യു ഡു ഇറ്റ്? അത് ബ്രാൻഡ് ചെയ്ത്, പൊടി ബ്രാൻഡ് ചെയ്ത് വിൽക്കാൻ പറ്റണം. അപ്പോൾ അവരുടെ വിഹിതം കൂടും. 20%, 10%, 20% കൂടെ. കൃഷിക്കാരൻ 20% വരുമാനം ഇരട്ടിയായി. ബ്രാൻഡ് ചെയ്യണം എങ്ങനെ? അതിൻ്റെ കൾച്ചറൽ പ്രാക്ടീസിൽ മാറ്റം വരുത്തണം. മരങ്ങൾ നടണം, ഷെയ്ഡിൽ വളരണം. 2, ആ മരമെല്ലാം ചേരുമ്പോൾ കാർബൺ ന്യൂട്രൽ ആണെങ്കിൽ കോഫി ഫ്രം ദ കാർബൺ ന്യൂട്രൽ വയനാട് എന്ന് പറഞ്ഞാൽ ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒരു പ്രീമിയം പ്രൈസ് തരാൻ തയ്യാറാവും. ഈ ട്രംപ് പോയതോടുകൂടി ഇനി കുറച്ചുകൂടി പാരിസ്ഥിതിക അവബോധം ലോകത്തെമ്പാടും ഉണ്ടാവും. സോ ഇഫ് യു ക്യാൻ സെൽ അവർ കോഫി ആസ് കോഫി ഫ്രം, നമുക്ക് പാരിസ്ഥിതിക സംരക്ഷണം ഉണ്ടായി. ഗാഡ്ഗിലൊക്കെ വന്ന് റിപ്പോർട്ടൊക്കെ വന്ന് എല്ലാവരും അപ്പുറത്തും ഇപ്പുറത്തും 2 ധ്രുവങ്ങളായിപ്പോയിന്ന്. ഇറ്റ്സ് നോ ഡയലോഗ് പോസിബിൾ. നിങ്ങൾക്ക് അവിടുത്തെ കൃഷിക്കാരെ മുഴുവൻ തള്ളിക്കളഞ്ഞിട്ട് ഒരു പരിസ്ഥിതി സംരക്ഷണം പറ്റത്തില്ല. നൗ നിങ്ങൾ സ്റ്റാർട്ട് ഫ്രം ഉൽപ്പാദനം കൂടുന്നു, പക്ഷെ അതിന് ഇത് ആവശ്യമാണ്. അതിന് നമുക്കിങ്ങനെ ചെയ്യാം. സോ യു ഹാവ് എ വിൻ വിൻ സിറ്റുവേഷൻ. അപ്പോൾ ആ രീതിയിലുള്ള പിന്നെ സ്റ്റാർട്ടപ്പുകൾ, ആധുനിക വ്യവസായങ്ങൾ, കേരളത്തിൻ്റെ സാധ്യത വളരെ വലുതാണ്. MSME സെക്ടറാണ് കേരളത്തിൽ ഏറ്റവും വേഗതയിൽ വളരുന്നത്. കേരളത്തിലെ വ്യവസായ വളർച്ചയുടെ ഏറ്റവും വലിയ സംഭാവന സ്റ്റാർട്ടപ്പുകളും MSME എന്നാണ്. ആൻഡ് അതാണ് നമ്മുടെ മാർഗം. ഇന്നത്തെ നില വെച്ച് കേരളത്തിൽ കോവിഡ് വാക്സിൻ ആർക്കെങ്കിലും പണം മേടിക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും? നല്ല കാര്യം. അവിടെ ബീഹാറിൽ ഫ്രീ കൊടുക്കുമെന്ന് പറഞ്ഞു കേട്ടപ്പോൾ കേരളത്തിൽ നമ്മൾ വില മേടിക്കുന്നതായിരിക്കും കരുതുന്നു. സോ വി ഹാവ് ടു സീ ഹൗ ഇറ്റ് ക്യാൻ ബി ഫിനാൻസ്ഡ്. കോവിഡ് വാക്സിൻ മലയാളിക്ക് മുഴുവനും നമ്മൾ ഫ്രീ കൊടുക്കേണ്ടി വരും, പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയും 3 കോടി പേർക്ക് എങ്ങനെ കൊടുക്കും? അതിന് ചിലവെന്ത്, എങ്ങനെ ഉണ്ടാവണം, അതെങ്ങനെ അതിൻ്റെ വിഭവ സമാഹരണം നടത്തണം എന്നുള്ളത് തീർക്കണം. പക്ഷേ കാശുള്ളവന് മാത്രം കോവിഡ് വാക്സിൻ എന്ന് പറയുന്നത് കേരളത്തിൽ നടപ്പുള്ള കാര്യമല്ല. നമ്മൾ ഇൻ്റർനെറ്റ് തന്നെ എല്ലാവർക്കും ഫ്രീ കൊടുക്കാൻ പോകുമ്പോൾ ഇനി കോവിഡ് വാക്സിൻ കാശ് കൊടുത്ത് വെക്കാൻ പറ്റും? നോ. ബീഹാറിലെ കേട്ടപ്പോൾ എനിക്ക് വലിയ തമാശയെ തോന്നിയത്. ഇവിടെ കോവിഡ് PCR ടെസ്റ്റിങ് വരെ ഫ്രീ. ആർക്ക് ചെന്നാലും നിങ്ങൾക്ക് വെന്റിലേറ്ററിൽ കിടന്നാലും ഫ്രീ ആയിട്ടുള്ള ചികിത്സ കൊടുത്തുകൊണ്ടിരുന്നു. ടോട്ടൽ ചികിത്സ ഫ്രീ ആണ് കേരളത്തിൽ. അപ്പോൾ അതിനേക്കാൾ വലുതല്ല വാക്സിൻ എന്ന് പറയുന്നത്. നമ്മുടെ കിഫ്ബിയുടെ പ്രൊജക്റ്റ് നാട്ടിൽ മുഴുവൻ താഴത്തെത്തിയില്ല. സ്കൂളാണെങ്കിലും ആശുപത്രി ആണെങ്കിലല്ല. പരിഷത്ത് ഹാസ് ബീൻ ഇൻവോൾവ് ഇൻ നമ്മൾ വിദ്യാഭ്യാസത്തിലാണ് അടിസ്ഥാനപരമായി പ്രവർത്തിച്ചിട്ടുള്ളത്. ജനകീയാസൂത്രണം വന്നപ്പോൾ എല്ലാവരും വിചാരിച്ചെന്ന് നമ്മുടെ വിദ്യാഭ്യാസം അവിടെ കൂടി പറയും. ഗോ ആൻഡ് റീഡ്, ഏത് പുസ്തകം വേണമെങ്കിൽ വായിച്ചു നോക്കും. ജനകീയാസൂത്രണം ആരംഭിച്ചിട്ടും 15 വർഷം 20 വർഷം ഒന്നും നടന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം മാനേജ്മെൻറ്റുകൾ മാറി നിന്നു, സ്വകാര്യ മാനേജ്മെൻറ്റുകൾ. ഇപ്പോൾ വന്നു. കാരണം അവർ കെട്ടിടം പണിത പാതി കൊടുക്കാമെന്ന് പറഞ്ഞ് കമ്പ്യൂട്ടറൊക്കെ ഫ്രീ കൊടുത്തു. അപ്പോൾ അവരും എല്ലാവരും കൂടി വന്നു. അപ്പോൾ പൊതുവിദ്യാലയം എന്നുള്ള സങ്കല്പം അത് ജോയിൻ്റ് ഒരു മുന്നണിയായി. 2 DPP വിരുദ്ധ സമരം, അതിപ്പം മാറി, അന്തരീക്ഷം മാറി. DPP സംവിധാനം അന്നുണ്ടാക്കിയ കരിക്കുളവും കാര്യങ്ങളും തുടരുന്നതോടൊപ്പം അതിനെ പുതിയൊരു വിധാനത്തിലാക്കിയെന്ന് കമ്പ്യൂട്ടർ ബേസ്ഡ്. അത് ഇവിടുത്തെ ഇടത്തരക്കാർക്കും ബാക്കിയുള്ളവർക്കും അൺഎയ്ഡഡ് പോലും കിട്ടുന്നില്ല. ഇത് പഴയ DPP അല്ല. അതിനോട് ഈ ഇടത്തരക്കാർക്കൊരു തരം പ്രയാസമുണ്ട്. നമ്മൾ ശരിയാണ്, ഒരു തർക്കമില്ല. ബട്ട് നൗ പുതിയ പെഡഗോഗി ബേസ്ഡ് അപ്പോൺ ഡിജിറ്റൽ ടെക്നോളജി ദാറ്റ് ഈസ് അപ്പീലിംഗ്. മൂന്നാമത്തേത് SSA ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പ്രയാസം. നമ്മളിപ്പോൾ കെട്ടിടം പണിയാനും ബാക്കിയുള്ളതിനും വേണ്ടി വി ആർ സേയിങ് ക്യാമ്പസ് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കെട്ടിടം ഉണ്ടാക്കാനടുത്തുള്ള സാധനം ചെയ്യുക. സി ഇറ്റ് ഈസ് എ വെരി നൗ ദിസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹാസ് enabled us to realize the potential of decentralization. ഡീസെൻട്രലൈസേഷൻ ഉള്ളത് കൊണ്ടാണ് ഈ താഴെത്തട്ടിലൊക്കെ നടക്കുന്നത്. പക്ഷെ അത് റിയലൈസ് ചെയ്യാൻ പറ്റിയത് കോംപ്ലിമെൻ്ററി ഇൻവെസ്റ്റ്മെൻറ്റ് വന്നപ്പോഴാണ്. The same is true about our hospital system.
സോ ഇറ്റ് കനോട്ട് ബി ജസ്റ്റ് ജനങ്ങളുടെ പങ്കാളിത്തവും കാര്യവും. യു ഹാവ് ടു ഹാവ് ഇൻവെസ്റ്റ്മെൻറ്റ് ടേക്കിംഗ് പ്ലേസ്. ആൻഡ് നമ്മുടെ വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും രണ്ട് ഘടകം പ്രധാനപ്പെട്ട ഘടകങ്ങൾ തന്നെയാണ് ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ഇറ്റ് റീച്ചസ് ഡൗൺ, റൈറ്റ് ഡൗൺ. ബട്ട് യു നീഡ് ടു ഹാവ് ദിസ് വിഷൻ. അല്ല വെറും റോഡ് പണിയിലല്ല കിഫ്ബി പോയത്. ഇത് നമ്മൾ ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെ ഈ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള പ്രകടന പത്രികയുടെ സത്ത കേരള പഠന കോൺഗ്രസ്സിലൂടെ ഉണ്ടായിത്തീർന്ന സാധനമാണ്. ആ കേരള പഠന കോൺഗ്രസ്സിൽ നോക്ക് മിനിറ്റ്സിൽ ഈ കിഫ്ബി അവിടെ ഉണ്ട്, അതിലുണ്ട് കിഫ്ബി വെച്ച് പോകണം. അത്ര ഇത് ഉള്ളത് കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് നീങ്ങാനും. ഈ വലിയ സാധനം മാത്രമല്ല, നമ്മുടെ താഴത്തുള്ള ഡീസെൻട്രലൈസേഷന് കോംപ്ലിമെൻ്ററി ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള താല്പര്യവും ഉണ്ടായിട്ടുണ്ട്.